ഡൽഹി യാത്രയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില സന്ദർഭത്തിൽ കാലാവസ്ഥ മോശമാണെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആവാറുണ്ട്. അല്ല, എന്താണെങ്കിലും തീരുമാനം ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹൈക്കമാൻഡ് തീരുമാനം എടുത്ത് ഇങ്ങോട്ട് അറിയിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഓടുന്ന ട്രെയിനിൽ നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. ട്രെയിൻ സ്റ്റോപ്പിലെത്തിയാൽ തന്നെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഹൈക്കമാൻഡ് എന്നാണ് തീരുമാനം പ്രഖ്യാപിക്കുക എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിക്കുമ്പോഴേ അറിയാൻ പറ്റും. എങ്ങനെ? ഇല്ല, സ്റ്റോപ്പിലെത്തിയില്ല. ചില സന്ദർഭങ്ങളിൽ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ കാരണം ചിലപ്പോൾ ട്രെയിൻ ലേറ്റ് ആവാറുണ്ട്. അതുപോലെ ആയിരിക്കും. പ്രത്യേകിച്ച് ഡൽഹി യാത്രയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില സന്ദർഭത്തിൽ കാലാവസ്ഥ മോശമാണെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആവാറുണ്ട്. അല്ല, എന്താണെങ്കിലും തീരുമാനം ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹൈക്കമാൻഡ് തീരുമാനം എടുത്ത് ഇങ്ങോട്ട് അറിയിക്കും. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി പ്രത്യേകിച്ച് എൻ്റെ കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതവിടെ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചിലപ്പോൾ മുൻ പ്രസിഡന്റുമാരോട് ചോദിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നോട് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് അഭിവാദ്യം പറഞ്ഞുകൊണ്ട് ചില സ്ഥലത്തൊക്കെ ബോർഡ് വെച്ചു. അത് നല്ല കാര്യമാണല്ലോ. അല്ലാതെ ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി എൻ്റെ ബോർഡ് ഒരു കാരണവശാലും ആരും വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനെ പരസ്യമായിട്ട് തള്ളി പറയും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് താമസം ഉണ്ടായിട്ടുണ്ട്. അതിൽ ജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്. പക്ഷേ ഒരു ഗവൺമെൻറ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ മറികടക്കാൻ കഴിയും. വട്ടിയൂർക്കാവിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ജംഗ്ഷൻ വികസനം, മേൽപ്പാലം തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കും. രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് പിണറായി സർക്കാർ പൂട്ടിയത് രണ്ടാമതും പുനരാരംഭിക്കും. അതാണ് ടോപ്പ് പ്രയോറിറ്റി. ജനറൽ ആശുപത്രിയുടെ ഉണ്ട്. പുതിയ മെഡിക്കൽ കോളേജ് ഞങ്ങൾ തുടങ്ങിയല്ലോ. അത് ഒന്ന് പൂട്ടി. അത് ഞങ്ങൾ വീണ്ടും തുടങ്ങും. അത് ഇതായിട്ട് ബന്ധം ഞാൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കാലത്ത് തുടങ്ങിയ മെഡിക്കൽ കോളേജ് LDF വന്നപ്പോൾ പൂട്ടി. അത് ഞങ്ങൾ തുറക്കും. അത് പറയുന്നതിന് ആരോഗ്യവകുപ്പ് വേണമെന്നൊന്നുമില്ല. എനിക്ക് ഒന്നിലേക്കും പ്രത്യേക താല്പര്യം. എനിക്ക് വട്ടിയൂർക്കാവ് MLA എന്ന് പറയുന്നതാണ് താല്പര്യം. അങ്ങനെ അതെല്ലാം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം ഘടകകക്ഷികളും കൂടെ ആലോചിച്ചിട്ടാണ് തീരുമാനം എടുക്കുക. അതുകൊണ്ട് ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.